ബ്രേക്കിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക വിവരങ്ങൾ ആദ്യം പുറത്തെത്തിക്കുന്നത് റിപ്പോർട്ടറാണ്. ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ പുറത്തെത്തിച്ചത് ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി ദ്വാരപാലക ശില്പപാളികളും കട്ടളപ്പാളികളും പൂജിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. മറ്റിടങ്ങളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോയത്, ബെല്ലാരിയിലെ റോദ്ദം ജുവലറിയിൽ കൊണ്ടുപോയത്, ഇതെല്ലാം ആദ്യം പുറത്തുവിടുന്നത് റിപ്പോർട്ടറാണ്. ഈ കേസിൽ മറ്റു നേതാക്കളുടെ സാന്നിധ്യവും രാഷ്ട്രീയ ഇടപെടലുമുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ചിത്രങ്ങളും പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇതാ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയിൽ മറ്റൊരു പുതിയ ഡെവലപ്മെന്റ് കൂടി ഉണ്ടാവുന്നു. ഇന്നലെ അടൂർ പ്രകാശിനെയാണ് SIT ചോദ്യം ചെയ്യാൻ വിളിച്ചതെങ്കിൽ ഇപ്പോൾ നെടുംപറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ആരോപണ മുനയിൽ നിൽക്കുന്ന, സംശയത്തിന്റെ മറയിൽ നിൽക്കുന്ന ആന്റോ ആന്റണി MP-യും ചോദ്യമുനയിലേക്ക് വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആന്റോ ആന്റണി MP-യെയും ചോദ്യം ചെയ്യും. നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ SIT തീരുമാനം. പുറത്തുവന്ന ചിത്രങ്ങളിൽ വ്യക്തത തേടും. സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന് പരിശോധിക്കും. നമുക്കിപ്പം റോഷിപാലുണ്ട്. റോഷിപാൽ, വളരെ നിർണായകമായ വിവരമാണ്. ഇന്നലെ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തിരുന്നു. ഇതോടുകൂടി UDF-ഉം പ്രതിരോധത്തിലാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. തൃപ്തികരമായ വിശദീകരണം നൽകാൻ അടൂർ പ്രകാശിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് അടൂർ പ്രകാശും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ആന്റോ ആന്റണി MP-യെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നറിയുന്നു. സോണിയാഗാന്ധിയുമായുള്ള ബന്ധം എങ്ങനെയുണ്ടാക്കി, നെടുംപറമ്പിൽ ഫിനാൻസുമായിട്ട് 2 കോടി രൂപ എങ്ങനെയാണ് ആന്റോ ആന്റണി കൈപ്പറ്റിയത്, ഈ വിഷയത്തിൽ ED അന്വേഷണവും നടക്കുന്നുണ്ട്. ആന്റോ ആന്റണി MP-ക്കും ചോദ്യം ഒരുങ്ങുകയാണോ SIT? അരുൺകുമാർ, അടൂർ പ്രകാശ് MP-യെ ചോദ്യം ചെയ്തതിന് സമാനമായി തന്നെ ആന്റോ ആന്റണി MP കൂടി ചോദ്യമുനയിലേക്ക് വരികയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുമെന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഇന്നലെയാണ് അടൂർ പ്രകാശ് MP, UDF കൺവീനർ കൂടിയാണ് അടൂർ പ്രകാശ് MP, ഇന്നലെ ചോദ്യം ചെയ്തു. കാരണം പലവട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വിവിധയിടങ്ങളിൽ സഞ്ചരിച്ചു. സോണിയാഗാന്ധിക്കൊപ്പം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം, ഗോവർദ്ധനൊപ്പമുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നു. അങ്ങനെ ഉപഹാരങ്ങളടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്വീകരിച്ചു അടൂർ പ്രകാശ്. ഇതൊക്കെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാന നീക്കം പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ആന്റോ ആന്റണി MP-ക്ക് എന്താണ് ബന്ധം, ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടത്തിയിട്ടുണ്ടോ എന്ന പരിശോധനയിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ഏറെ വൈകാതെ SIT ആന്റോ ആന്റണി പത്തനംതിട്ട MP-ക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നോട്ടീസ് നൽകും. അങ്ങനെ വിശദമായി സാമ്പത്തിക ഇടപാടടക്കം ഏതു തരത്തിലാണ് ആന്റോ ആന്റണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. കാരണം ആന്റോ ആന്റണി MP-യും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടത്തിയിട്ടുണ്ടോ, അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇവർ തമ്മിൽ സൂക്ഷിച്ചത് എന്നതാണ് അന്വേഷണ സംഘത്തിന് അറിയേണ്ടത്. അങ്ങനെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് കോൺഗ്രസിന്റെ മറ്റൊരു MP കൂടി എത്തുന്നു എന്നതാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ടി വരും. കാരണം UDF-ന്റെ കൺവീനർ, UDF നടത്തുന്ന ജാഥ പുറപ്പെട്ടു. ആ ജാഥ കണ്ണൂർ എത്തുമ്പോഴേക്കും UDF-ന്റെ കൺവീനർ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിലേക്ക് എത്തുന്നു. തൊട്ട് അടുത്ത ചോദ്യം ചെയ്യലിന് എത്തുന്നത് ആന്റോ ആന്റണി MP കൂടിയാണ്. ഏതായാലും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുക. ഏതായാലും ചോദ്യം ചെയ്യലിന് ഏറെ വൈകാതെ ആന്റോ ആന്റണി MP കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തേണ്ടി വരും. നമുക്ക് അതിന്റെ വിലയിരുത്തലിലേക്ക് എത്താം. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റോഷി, ഈ സോണിയാഗാന്ധിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം അത് സംസ്ഥാനത്ത് നിന്ന് നേതാക്കളുടെ ഇടനിലയോടുകൂടിയല്ലെന്നും അത് കർണാടകയിൽ നിന്നുള്ള നേതാക്കളുടെ സഹായത്താലാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതായിട്ട് അറിയുന്നു. എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് അടൂർ പ്രകാശിനോ ആന്റോ ആന്റണിക്കോ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ഒരുക്കുന്നതിൽ പങ്കില്ല എന്നുള്ള വിവരമാണോ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നത്? അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജൻപഥിലേക്ക് എത്തിയതെന്ന് പറയേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാധീന വലയം അത്രമേൽ വലുതാണ് എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കുന്നത്, റോഷി? അരുൺകുമാർ, ഇത് പ്രധാനപ്പെട്ട വിവരമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അരികിലേക്ക്, കാരണം നമുക്ക് അറിയാം അത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സോണിയാഗാന്ധിയുടെ അരികിലേക്ക് എത്തുക അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കുക അത്ര എളുപ്പമല്ല. കോൺഗ്രസിന്റെ 2 MP-മാർ ആന്റോ ആന്റണിയും അടൂർ പ്രകാശും ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇരുവരുമല്ല സഹായിച്ചത് തന്നെയെന്ന് ഇപ്പോൾ
ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുകയാണ്. അത് കർണാടകയിൽ തനിക്കുള്ള ബന്ധങ്ങൾ, ആ കോൺഗ്രസുമായുള്ള ബന്ധങ്ങൾ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള ബന്ധങ്ങളാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കാൻ കാരണം. കേരളത്തിലെ ഒരു നേതാക്കളും സോണിയാഗാന്ധിയുമായുള്ള താനും ഗോവർദ്ധനും ഒരുമിച്ചുള്ള ആ കൂടിക്കാഴ്ചയിൽ ഒരു തരത്തിലും സഹായം നൽകിയിട്ടില്ല എന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ആ കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള തുടർ നീക്കങ്ങളുണ്ടാകും. അങ്ങനെയെങ്കിൽ കർണാടകയിലെ ഏത് കോൺഗ്രസ് നേതാവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള സംഘത്തിന്, സ്വർണ്ണക്കൊള്ള സംഘത്തിന് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കി കൊടുത്തത് എന്നത് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ ആ ആളെ കൂടി ഒരുപക്ഷെ ബന്ധം പരിശോധിക്കാനായി, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി അവരെ കൂടി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള ആലോചന അന്വേഷണ സംഘം നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴി അത് യഥാർത്ഥമാണോ എന്ന് വ്യക്തത വരുത്തണം. അത് പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ പരിശോധിച്ചതിന് ശേഷമാകും തുടർ നടപടികളിൽ പോവുക. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴിയിൽ അടൂർ പ്രകാശോ ആന്റോ ആന്റണിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ മറ്റു നേതാക്കളോ തനിക്ക് സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയതിൽ പങ്കില്ല എന്ന വാദമാണ് ഉയർത്തുന്ന അരുൺകുമാർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വരുന്നത്. അടൂർ പ്രകാശിനോടൊപ്പം ആന്റോ ആന്റണിയെയും ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിക്കുമെന്നുള്ളതാണ് ശരൺ പുറത്തുവിട്ട വാർത്തയനുസരിച്ച്. ആന്റോ ആന്റണിക്ക് മറ്റൊരു കുരുക്കു കൂടി മുറുകുന്നുണ്ട്. അത് 2 കോടി രൂപയുടെ കാര്യത്തിലാണ്. ഞാൻ ഒന്നുകൂടി ശരണിലേക്ക് പോയിട്ട് വരാം. ശരൺ, ആന്റോ ആന്റണിക്ക് ഇപ്പോൾ സോണിയാഗാന്ധിയുമായുള്ള വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞ് തടിതപ്പാൻ പറ്റും. നേരത്തെ ആന്റോ ആന്റണി പറഞ്ഞത് താൻ അവിടെ എത്തുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് കണ്ടപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു എന്ന് മാത്രമാണ്. താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജന്മത്തിലേക്ക് കയറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 2019 ശേഷമാണ് ഈ 2 കോടി രൂപയുടെ ഇടപാട് അവിടെ നടന്നിരിക്കുന്നത്. ആ 2 കോടി രൂപ താൻ ഇലക്ഷൻ ഫണ്ടായിട്ടാണ് വാങ്ങിയതെന്ന് ആന്റോ ആന്റണി പറഞ്ഞത് വെട്ടിലാക്കുമോ ആന്റോ ആന്റണി? കാരണം ഇലക്ഷൻ ഫണ്ടായി 2 കോടി രൂപ വാങ്ങാൻ കഴിയില്ല. 20,000 രൂപയെ പരമാവധി ഒരു വ്യക്തിയിൽ നിന്ന്, സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങും. മാത്രവുമല്ല, അത് രാജു പറയുന്നത് ലോണായിട്ട് കൊടുത്തുവെന്നാണ്. അതിലിനി 1,80,00,000 രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്. അതേ നെടുമ്പറമ്പിൽ തന്നെ തന്ത്രിക്ക് നിക്ഷേപമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പ്രചരിച്ചിരുന്നു. ആ സമയത്തപ്പോൾ ആ 2 കോടി പിൻവലിച്ചത് എന്തിനാണ്? ഇപ്പോൾ CPM ആരോപിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ ഈ വിഷയം ചർച്ചയാകുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തന്ത്രിക്ക് നേരിട്ട് പോയി പണം പിൻവലിക്കാൻ പറ്റാത്തത് കൊണ്ട് ആന്റോ ആന്റണി വഴി പിൻവലിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇനിയിപ്പോൾ ആന്റോ ആന്റണി മറുപടി പറയേണ്ടി വരില്ലേ EDക്ക് മുന്നിൽ? അൻകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായ മറുപടി EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അവർക്ക് ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയിരുന്നു, തന്ത്രി ഇത്തരത്തിൽ നിക്ഷേപിച്ചിരുന്നു എന്നുള്ള കാര്യം തങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും കണ്ടെത്തൽ നടത്തിയായിട്ടൊന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നില്ല. പക്ഷേ ആന്റോ ആന്റണിയുടെ കാര്യത്തിൽ കൃത്യമായി തന്നെ ED പറയുന്നത് ഇത് കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണം എന്നുള്ളതാണ് തങ്ങൾ കണക്കാക്കുന്നതെന്നുള്ളതാണ്. ഇന്നലെ NM രാജുവിന്റെ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വരുന്നു. അതിനു മുമ്പ് തന്നെ ED ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ റെയ്ഡിലേക്ക് അവർ കടന്നിരുന്നതാണ്. അങ്ങനെ റെയ്ഡ് നടത്തുന്നതിനിടയിൽ തന്നെയാണ് ആന്റോ ആന്റണി MPക്ക് 2 കോടി രൂപ NM രാജു നൽകിയിരുന്നു. അത് 2019 ഇലക്ഷൻ ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് കൈമാറിയിരുന്ന വിവരം EDക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നിക്ഷേപ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. വലിയ തോതിൽ പണം നിക്ഷേപിക്കുന്നു. അതിനുശേഷം ആ നിക്ഷേപം സ്വീകരിച്ച ശേഷം അത് തിരികെ നൽകാതെയുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പണം എവിടേക്ക് പോയി എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്കാണ് EC രജിസ്റ്റർ ചെയ്തുകൊണ്ട് ED കടന്നിരിക്കുന്നത്. ഇതിനകം തന്നെ 44.5 കോടിയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നതാണ്. അതായത് ഈ നിക്ഷേപത്തിൽ നിന്നും, ഈ സ്വീകരിച്ച പണത്തിൽ നിന്നും അത് ഉപയോഗിച്ച് വാങ്ങിയ സ്വത്തുക്കളാണ് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ED ആ സ്വത്തുക്കൾ മരവിപ്പിച്ചിരിക്കുന്നത്. അതിന് പുറമെ തന്നെ ഈ പണം വേറെ ആർക്കൊക്കെ കൈമാറിയിട്ടുണ്ടെന്നതിൽ അന്വേഷണം EDയുടെ ഭാഗത്തും തുടരുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിവരം EDക്ക് ലഭിച്ചിരിക്കുന്നത്. ആന്റോ ആന്റണി MPക്ക് 2 കോടി. അപ്പോൾ ആ 2 കോടി ഈ കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണ്, അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് എന്ന് വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണി MPയെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ED പറയുന്നത്. അതിന്റെ ആദ്യ ഘട്ടമെന്നോണം NM രാജുവിന്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത്, എപ്പോഴാണ് കൈമാറിയത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അതിന്റെ അടുത്ത തുടർ നടപടി എന്നോണം നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണിക്ക് വലിയ കുരുക്കാണ് EDയിൽ നിന്ന് ഉണ്ടാകുന്നതെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ ആന്റോ ആന്റണി MP അത്തരത്തിൽ പണം വാങ്ങി എന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിലേക്ക് വരെ ED കടന്നേക്കാം.
വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. താങ്ക് യു ശരൺ, താങ്ക് യു റോഷിപാൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളുടെ കമന്റുകൾ ഉണ്ട് കേട്ടോ. സ്വർണ്ണം കട്ടവനാരപ്പ എന്നുള്ള പാട്ട് ചില ആളുകൾ മാറ്റി എഴുതിയിട്ടുണ്ട്. പോറ്റിക്ക് കൂടുതൽ ബന്ധം കോൺഗ്രസ് ഹൈക്കമാൻഡുമായാണോ? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കർണാടകയിലുള്ള കോൺഗ്രസ് നേതാക്കളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അവർ വഴിയാണ് സോണിയാഗാന്ധിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴി. ഇപ്പോൾ എന്തായിരുന്നു KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പറഞ്ഞത്? നമ്മൾ അധികാരത്തിൽ വന്നാൽ ആദ്യം എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, അപ്പോൾ അടൂരിനെയും ആന്റോ ആന്റണിയൊക്കെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ചോദ്യം. അവരൊക്കെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടേ ഉള്ളൂ. അവരൊന്നും കുറ്റക്കാരെന്ന് ഈ നിമിഷവും നമുക്ക് പറയാൻ കഴിയില്ല. കടകംപള്ളി ചോദ്യം ചെയ്തിട്ടുണ്ട്, അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു UDF കൺവീനറെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുമെന്ന് നമ്മളാരും കരുതിയിരുന്നതല്ല. ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടറാണ്. അതുകൊണ്ടാണല്ലോ റിപ്പോർട്ടറിനോട് പ്രത്യേകിച്ച് ഒരു ഇച്ചിരി കലിപ്പ് കൂടുതൽ അടൂർ പ്രകാശിന്. പ്രിയപ്പെട്ട അടൂർ പ്രകാശിനോട് പറയാനുള്ളത്, അടൂർ പ്രകാശ്, പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ രാഷ്ട്രീയ നേതാക്കൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ നിർണായകമായ വാർത്ത നമ്മൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. അതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പേരുണ്ടായിരുന്നു, അതിൽ രാജു എബ്രഹാമിന്റെ പേരുണ്ടായിരുന്നു. ആ വാർത്തകളും ദൃശ്യങ്ങളും പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. CPM നേതാവായ കടകംപള്ളി സുരേന്ദ്രനും ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് രാജു എബ്രഹാമിന്റെയും ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് ആ മൊഴി ലഭിക്കുന്നത്. താങ്കൾ പലതവണ പുളിമാത്തുള്ള വീട്ടിലും വെഞ്ഞാറമൂട് സഹോദരിയുടെ വീട്ടിലും വന്നിട്ടുണ്ട് എന്നുള്ള വിവരം. അപ്പോൾ അത് പുറത്തുവിടില്ലോ സ്വാഭാവികമായും. അങ്ങനെ വാർത്തകൾ പുറത്തുവിടുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നതിന്റെ പേരല്ല ജനാധിപത്യം എന്നുള്ളത് നമ്മൾ വളരെ ആദരവോടുകൂടി അടൂർ പ്രകാശ് MP ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട അടൂർ പ്രകാശ്, ഭരണം കിട്ടിയാൽ റിപ്പോർട്ടറിനെതിരെ അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. റിപ്പോർട്ടറിനെതിരെ എന്തെങ്കിലും ഒരു പരാതി ഈ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരിനെതിരെയോ ആ അർത്ഥത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടുന്ന പരുവത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്താണ് നിങ്ങൾ പറയുന്നത്? അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ളതാണോ ചോദ്യത്തിനുള്ള മറുപടിയായി പറയുന്നത്? ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്നുള്ളതല്ലേ SIT ചോദിച്ചത്? SIT അങ്ങേ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത്തരം ചിത്രങ്ങൾ പുറത്തു വന്നു, അത് റിപ്പോർട്ട് ചെയ്തു. അതാരാണെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കുക തന്നെ ചെയ്യും. ഈശ്വരൻ തെറ്റ് ചെയ്താലും റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ പത്രപാരമ്പര്യമുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കാലങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാവാം, പക്ഷേ ചോദ്യങ്ങളെ ഭയക്കുമ്പോൾ ഭീഷണി കൊണ്ട് മറുപടി തരുന്നത് ജനാധിപത്യമല്ല എന്നുകൂടി പറയുന്നു. ED സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ പേടിച്ചു എന്ന് പറഞ്ഞേക്ക് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തുടരും റിപ്പോർട്ടർ. കൂടുതൽ അന്വേഷണം, കൂടുതൽ ശക്തമായി, കൂടുതൽ ഊർജ്ജത്തോടെ. കാരണം ഇത്തരം ഭീഷണികളെല്ലാം ഒരു മാധ്യമ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്, അലങ്കാരമാണ്. അത് ഞങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകും. തെറ്റുപറ്റിയിട്ടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലിന് നന്ദി. അടൂർ പ്രകാശ്.